വിധി ഗ്രന്ഥങ്ങളിൽ പുണ്യപാപങ്ങളില്ലാത്ത ലോകത്തേക്ക് ഉയരുന്നതിന്, പുണ്യം ഇല്ലാതാക്കുന്നതിന് പ്രായശ്ചിത്താദി കർമ്മങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പാപനാശാർത്ഥം പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ വലിയ പാപം നഷ്ടമാകുമ്പോൾ കൂടെ അന്യപാപങ്ങൾ ഉളവാകും. പാപനാശാർത്ഥം തന്നെ പ്രായശ്ചിത്തത്തിൻ്റെ വിധി ഒരു പൊട്ടിയ കുടം വെള്ളം നിറയ്ക്കാൻ വാങ്ങുന്നത് പോലെയാണ്. നിറയ്ക്കും തോറും വെള്ളം ഒഴുകിപ്പോവും. അമൃതാത്മാക്കൾ, നമ്മൾ ഭഗവത്ഗീത ആണ് പറഞ്ഞു വന്നിരുന്നത്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാഖ്യയോഗമാണ്. ഇത് സാഖ്യ സന്ദർഭമെന്നും സ്ഥിതപ്രജ്ഞ ലക്ഷണമെന്നും രണ്ടായി പിരിഞ്ഞു നിൽക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാഭാരത യുദ്ധക്കളത്തിൽ വ്യഥിതനായി നിൽക്കുന്ന അർജുനനെ കണ്ട് ലോകത്തിലെ ഏറ്റവും സംഘർഷാത്മക സന്ധികളിലൊന്നാണ് ഹിംസാലോലുപമായ ഒരു യുദ്ധം. മനുഷ്യ മനസ്സ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്നാണ് ആത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സർവാതിരിക്തമായ ആനന്ദം ആഗ്രഹിക്കുമ്പോൾ സത്ത് പരമാത്മാവിനോട് ചേരുമ്പോൾ സംഘർഷാത്മകമായ യുദ്ധം. ആ സമയത്തുണ്ടാകുന്ന വ്യഥ ശരീരേന്ദ്രിയ മനസ്സുകളുമായി അജ്ഞാനം കൊണ്ട് താതാത്മ്യം പ്രാപിച്ച ആത്മബോധം, ആത്മശരീര താതാത്മ്യം, അതുകൊണ്ടുണ്ടാകുന്ന അഹങ്കാരം കർത്തൃത്വത്തിലേക്കും ഭോക്തൃത്വത്തിലേക്കും ഒരുവനെ നയിക്കുമ്പോൾ തൻ്റെ കർത്തൃത്വവും ഭോക്തൃത്വവുമാണ് സത്യമെന്നും ബാക്കിയെല്ലാം അസത്യമാണെന്നും അജ്ഞാനം കൊണ്ട് തോന്നും. അജ്ഞാനാവൃതമായ മനസ്സിൻ്റെ ഈ കൽപ്പനകൾ തമസ്സും രജസ്സും സത്വവുമാകുന്ന പ്രകൃതി ഒരുക്കുന്ന ലോകമാണ്. അതിലാണ്ട് നിന്നുകൊണ്ട് ജീവിതത്തെക്കുറിച്ചും ഏഷണാത്രയങ്ങളെക്കുറിച്ചുമുള്ള ലോകവ്യാപാരങ്ങളിലേർപ്പെടുമ്പോൾ ആഗ്രഹങ്ങളും അവയെ നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവേദനങ്ങളും നിരന്തരമായി ഉണ്ടാവും. ഉളവാക്കുന്ന ദുഃഖസമുച്ചയങ്ങളിൽ നിന്ന് സത്വം പ്രകാശിച്ച് മനസ്സ് തമസിൽ നിന്നും രജസിൽ നിന്നും മോചനം നേടുമ്പോൾ, ആവരണ വിക്ഷേപങ്ങളിൽ നിന്ന് മോചനം നേടുമ്പോൾ, സത്വതാതാത്മ്യത്തിന് ജീവസൃഷ്ടിപരങ്ങളായ വസ്തുക്കളില്ലാതാകുമ്പോൾ, എപ്പോഴെല്ലാം മായയുടെ ആവരണമുണ്ടാകുന്നു അത് തമസ്സിനാലാണ്.
അതിലേക്ക് മനസ്സ് വിക്ഷേപിക്കുന്നത് രജസ്സിനാലുമാണ്. രജസ്സുകൊണ്ട് മനസ്സ് വിക്ഷേപിച്ച വസ്തുക്കളുമായി മനസ്സിനെ താതാത്മ്യപ്പെടുത്തി സത്യമാണെന്ന് തോന്നിപ്പിക്കുന്നത് സത്വവുമാണ്. സത്വമാണ് അതിന് സത്യസ്ഥിതി ഉണ്ടാക്കുന്നത്. എന്നാൽ ആവരണവും വിക്ഷേപവും നിലയ്ക്കുന്ന നിമിഷങ്ങളിൽ സത്വത്തിന് താതാത്മ്യപ്പെടുത്തുവാൻ സ്വയംകൃതങ്ങളായ ജീവസൃഷ്ടിപരങ്ങളായ വസ്തുക്കളില്ലാതാവും. അത്തരമൊരു വേളയിൽ മനസ്സ് ആത്മതാതാത്മ്യത്തിലേക്കെത്തുകയും കേവലമായ ആനന്ദത്തിൻ്റെ സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിൽ പിടിച്ചു കയറി ആത്മബോധത്തിലേക്ക് പോകുവാനും രക്ഷപ്പെടുവാനും അപൂർവം ഭാഗ്യവാന്മാർക്ക് കഴിഞ്ഞു എന്ന് വരാം. പലപ്പോഴും അത് നിലനിൽക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും ജീവസൃഷ്ടമായ ജഗത്തിലൂടെ സ്വപ്നാടകനെ പോലെ വ്യക്തിനീതമാകും. ഇതാണ് പ്രായേണ സംഭവിക്കുന്നത്. ഇത്തരം വേളകളിൽ ചെയ്തു കൂട്ടുന്ന നിരന്തരമായ കർമ്മങ്ങൾ അതുമായുള്ള താതാത്മ്യത്തിൽ ഊന്നി വരുന്ന അഹങ്കാരം, സാൽമ്യം വന്ന അഹങ്കാരവും മമതയും നിരന്തര ദുഃഖങ്ങളിലൂടെ ലൗകികനായി മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് ഒരേ സമയം സത്യസങ്കൽപ്പനായി സാക്ഷിയായി നിലകൊള്ളുന്ന മനസ്സും അതേസമയം കർത്തൃത്വ ഭോക്തൃത്വാദികളിൽ വീണ അഹംമമതകളോടുകൂടിയ മനസ്സും തമ്മിലുള്ള സംഘർഷം നിരന്തരമുണ്ടാവും. ഈ സംഘർഷത്തിൽ നിലകൊള്ളുന്ന ലൗകിക പ്രതിനിധിയായ ഒരർജുനനും ആത്മബോധം ഉണർത്തുവാൻ പര്യാപ്തങ്ങളായ ജ്ഞാനത്തോടുകൂടിയ ആചാര്യനായ ഒരു ഭഗവാനും തമ്മിലുള്ള സംവാദമാണ് ഭഗവത്ഗീത. അതിൽ ജ്ഞാനത്തിലൂന്നി അർജുനന് ഭഗവാൻ ഉപദേശം കൊടുക്കുന്ന അധ്യായമാണ് സാഖ്യയോഗം. അതിലെ 51-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുത്തു വരുന്നത്. അതിൽ പുണ്യം പാപം ഇവയുടെ നിലയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. പുണ്യപാപങ്ങളെ വേറിട്ട് അനുഭവിക്കേണ്ടി വരുന്നു. പുണ്യം കൊണ്ട് പാപം ഇല്ലാതാവില്ല എന്ന നിലകളെല്ലാം കണ്ടിട്ട് പ്രായശ്ചിത്തം കൊണ്ട് മോക്ഷമുണ്ടാകുമോ എന്നതിനെയാണ് ചർച്ച ചെയ്തു വന്നിരുന്നത്. പ്രായശ്ചിത്തം കൊണ്ട് മോക്ഷത്തിനുള്ള ആശ വെറുതെയാണ് എന്ന ശാങ്കരമതമാണ് നാം കണ്ടത്.
ദൃഷ്ടാന്തമായി യുധിഷ്ഠിരൻ്റെ കാര്യവും നാം പറഞ്ഞു വരികയാണ്. രാജാവായ യുധിഷ്ഠിരൻ ഈ കാര്യത്തിൽ ശക്തമായ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രായശ്ചിത്തം കൊണ്ട് പാപ ഉച്ഛേദത്തിൻ്റെ ആശയും ദുരാശ മാത്രമാണ് എന്ന് യുധിഷ്ഠിരൻ സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാ പങ്കേന പങ്കാഭ്യഃ സുരയാവ സുരാകൃതം ഭൂതഹത്യം തയൈവൈകാം നയജ്ഞൈർ മാഷ്ടുമർഹതി എന്നതാണ് നാം കണ്ടുവന്നിരുന്നത്. മഴ പെയ്യുമ്പോൾ മുണ്ടുടുത്ത് പുറത്തുപോയി. മഴത്തുള്ളികൾ കൊണ്ട് വസ്ത്രം കേടായി, വസ്ത്രം മുഴുവൻ ചെളിയായി. ഇത് കഴുകാമെന്ന് വിചാരിച്ചു. അതിനകത്തുള്ള വെള്ളം ചെളി കലർന്നതായിരുന്നു, ഉന്തുള്ള വെള്ളം. അതിൽ മുക്കി കഴുകിയപ്പോൾ ചെളിയുടെ നിറമായി വസ്ത്രത്തിന്. ഇപ്പോൾ വസ്ത്രം ചെളി കൊണ്ട് കഴുകിയാൽ വൃത്തിയാകുമോ? വെള്ളത്തിലെ അഴുക്കുകൊണ്ട് വസ്ത്രം വീണ്ടും അഴുക്കു തന്നെയായി. മറ്റൊരു ദൃഷ്ടാന്തവും യുധിഷ്ഠിരൻ തരുന്നുണ്ട്. ഒരു പാത്രത്തിൽ മദ്യം വച്ചിരിക്കുന്നു. മദ്യത്തിൻ്റെ നാറ്റം വരുന്നു. അത് കഴുകിക്കളയാം എന്ന് വിചാരിച്ചു. കഴുകുന്നതിന് വേണ്ടി വെള്ളമാണെന്ന് വിചാരിച്ചെടുത്ത പാത്രത്തിൽ മദ്യം തന്നെയെങ്കിൽ കഴുകിയത് കൊണ്ടെന്ത് പ്രയോജനം? മദ്യം കൊണ്ട് കഴുകിയാൽ മദ്യമിരുന്ന പാത്രത്തിൻ്റെ ദുർഗന്ധം പോകുമോ? അതുപോലെ ഭൂതഹത്യാദികൾ കൊണ്ട് ഉണ്ടായ പാപത്തെ എങ്ങനെയാണ് യജ്ഞം കൊണ്ട് ഇല്ലാതാക്കാൻ പ്രയത്നിക്കുക? അശ്വമേധാദി യജ്ഞം ചെയ്യുന്നതിന് ഹവനകുണ്ഡം തയ്യാറാക്കണം. ഈ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. അതിലുണങ്ങിയ വിറകിടണം. ആ വിറകിൽ തന്നെ അനേകായിരം കീടങ്ങളുണ്ടാവും. പ്രാണിരഹിതമായ വിറക് കിട്ടാൻ എത്ര വിഷമമാണ്. ചാണകവരളി എടുത്ത് കത്തിക്കാം എന്ന് വിചാരിച്ചാൽ ആ വരളിയിൽ നിറച്ച് കൃമികളുണ്ടാവും. ഇവയുടെ എല്ലാം തന്നെ ഹവനം ഒപ്പം നടക്കും. അതാണ് യഥാ പങ്കേന പങ്കാഭ്യാം. അങ്ങനെ അല്ലെങ്കിൽ എന്ത്? അതല്ലെങ്കിൽ പ്രാണിരഹിത അഗ്നി കിട്ടണം. ഗ്യാസ് കൊള്ളാം. എന്നാൽ ഗ്യാസ് കൊണ്ട് ഹവനത്തിന് വിധാനമില്ല. അശ്വമേധയജ്ഞം ഗ്യാസ് കൊണ്ടാവില്ല. അപ്പോൾ യുധിഷ്ഠിരൻ്റെ അഭിപ്രായത്തിൽ പ്രായശ്ചിത്തം കൊണ്ട് വലിയ പാപം നഷ്ടമാവും. എന്നാൽ കൂടെ അന്യപാപം ഉൽപ്പന്നമാവും. അതുകൊണ്ട് പുണ്യനാശാർത്ഥമാകട്ടെ പ്രായശ്ചിത്തമില്ല. പാപനാശാർത്ഥം തന്നെ വിധി ഗ്രന്ഥങ്ങളിൽ പുണ്യപാപങ്ങളില്ലാത്ത ലോകത്തേക്ക് ഉയരുന്നതിന്, പുണ്യം ഇല്ലാതാക്കുന്നതിന് പ്രായശ്ചിത്താദി കർമ്മങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
പാപനാശാർത്ഥം പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ വലിയ പാപം നഷ്ടമാകുമ്പോൾ കൂടെ അന്യപാപങ്ങൾ ഉളവാകും. പാപനാശാർത്ഥം തന്നെ പ്രായശ്ചിത്തത്തിൻ്റെ വിധി ഒരു പൊട്ടിയ കുടം വെള്ളം നിറയ്ക്കാൻ വാങ്ങുന്നത് പോലെയാണ്. നിറയ്ക്കും തോറും വെള്ളം ഒഴുകിപ്പോവും. ഈ സ്ഥിതിയിൽ മാ കർമ്മ ഫലഹേതുർഭൂഹു, ഇതെങ്ങനെ? കർമ്മബന്ധം പ്രഹാസ്യസി, ഇതിൻ്റെ ഉപപത്തി എങ്ങനെ? കർമ്മണ്യേ വ്യാധികാരസ്തേ മാഫലേഷു കഥാചന മാകർമ്മ ഫലഹേതുർഭൂഹു മാതേ സങ്കോസ്തു അകർമ്മണി എന്ന 4 സൂത്രങ്ങളുടെ വിസ്തൃത വ്യാഖ്യാനമാണ് ഭഗവാൻ ഓരോന്നോരോന്നായി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സ്ഥിതിയിൽ മാ കർമ്മ ഫലഹേതുർഭൂഹു, കർമ്മഫലത്തിന് നീ ഹേതുവാകരുത്. ഈ പ്രശ്നങ്ങളുടെ ഇവിടെ 2 കാര്യങ്ങളാണ്. അടുത്ത ഇതിൽ കർമ്മബന്ധം പ്രഹാസ്യസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉപപത്തി എങ്ങനെ? ഈ പ്രശ്നങ്ങളുടെ പൂർവോക്തമായ ഉത്തരത്തെ ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നു. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്ത്വാ മനീഷിണഃ. ബുദ്ധിയുക്തനായ മനീഷി കർമ്മജഫലത്തെ സമാപ്തമാക്കും. ബുദ്ധിമാനായവൻ മനീഷി കർമ്മജമായുണ്ടായ ഫലത്തെയാണ് സമാപ്തമാക്കുന്നത്. കർമ്മഫലമാണ് അനന്തര കർമ്മങ്ങളുടെ ബീജം. ഫലത്തിൻ്റെ മാംസളമായ ഭാഗം ഭുജിക്കുകയും അതിൽ നിന്നുളവാകുന്ന വിത്ത് പുതിയ പുതിയ കർമ്മങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് കർമ്മഫലം. നിരന്തരമായ സങ്കല്പം, കാമം, കർമ്മം, കർമ്മഫലം, ഫലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സങ്കല്പം, കാമം, കർമ്മം, കർമ്മഫലം, ഇതിൻ്റെ പരമ്പരയാണ് നടക്കുന്നത്. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്ത്വാ മനീഷിണഃ. ബുദ്ധിയുക്തനായ മനീഷി കർമ്മജഫലത്തെ സമാപ്തമാക്കും. കർമ്മഫലമാണ് സംസാരം. ഈശ്വരസൃഷ്ടമായ ജഗത്തല്ല. ഈശ്വരസൃഷ്ടമായ ജഗത്ത് കൃത്യതയുള്ളതും അനുസ്യൂതവും സ്വാഭാവികമായ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതും സകല ജീവജാലങ്ങളെയും സമരസപ്പെടുത്തുന്നതും ആണ്.
എന്നാൽ അതിൽ ജീവസൃഷ്ടമായ സംസാരം, ആ ജീവസൃഷ്ടമായ സംസാരത്തെ നഷ്ടമാക്കുന്നതിനു വേണ്ടി ബുദ്ധിയാണ് ഏകമാത്ര സാധനം. മറ്റു സാധനങ്ങളില്ല. തന്നെ നിരന്തരമായി ദുഃഖിപ്പിക്കുന്ന ജീവസൃഷ്ടമായ ജഗത്തിനെ നിരന്തരമായി ഉളവാക്കുന്ന അഹങ്കാര മമതകൾക്ക് കാരണമായിത്തീരുന്ന സങ്കല്പങ്ങളെ, കാമങ്ങളെ, കർമ്മങ്ങളെ ബുദ്ധിമാൻ ഉപസംഹരിക്കും. അവയാണ് തനിക്കും അന്യർക്കും ദുഃഖത്തെ ഉളവാക്കുന്നത്. ബുദ്ധി എങ്ങനെയാണ് അവയെ നശിപ്പിക്കുക? ബുദ്ധി സംസാര ബീജത്തെ ദഹിപ്പിക്കുന്നു. ബുദ്ധി സംസാരത്തിൻ്റെ ബീജത്തെയാണ് ദഹിപ്പിക്കുന്നത്, വറുത്ത് എടുക്കുന്നു. സംസാരത്തിൻ്റെ ബീജം കർമ്മത്തിന് സമാനം വാസനയുമാണ്. കേവലം കൊണ്ടു മാത്രം ജന്മമില്ല, എന്നാൽ വാസനയും കാരണമാണ്. ജന്മത്തിൻ്റെ ഹേതു വാസനയാണ്. കേവലം വാസന മാത്രമല്ല, കർമ്മവുമാണ്. കർമ്മവും വാസനയും രണ്ടും ചേർന്ന് ജന്മബന്ധത്തിനു കാരണമാണ്. രണ്ടും എങ്ങനെയാണ് ജന്മബന്ധത്തിന് കാരണമായിത്തീരുന്നത്? എങ്ങനെയാണ് ജന്മബന്ധത്തെ കർമ്മവും വാസനയും ഉളവാക്കുന്നത്? കർമാനുസാരമാണ് ഫലം. വാസനാനുസാരം എവിടെ ഫലം ലഭിക്കുന്നു? ലഭിക്കുന്നുണ്ട്. യം യം വാപി സ്മരൻ ഭാവം തജത്യന്തേ കളേബരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിത. യം യം വാപി സ്മരൻ ഭാവം തജത്യന്തേ കളേബരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിത. ഹേ അർജുന, ഏവൻ അന്ത്യകാലത്തിൽ ഏതേതു വസ്തുവിനെ ഓർത്തുകൊണ്ട് ശരീരത്തെ വെടിയുന്നുവോ എന്നും ആ വസ്തുവെ തന്നെ തുടർന്ന് ചിന്തിച്ച് സംസ്കരിച്ച അവൻ അതേ വസ്തുവെ തന്നെ പ്രാപിക്കുന്നു. ഈ ഉത്തരം ഭഗവത്ഗീതയിൽ തന്നെയുള്ളതാണ്. സ്മൃതി ദാർശനിക തലത്തിൽ ജന്മബന്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അനവദ്യ സുന്ദരമായ ഭഗവത് വചനങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സിനെ ജഗദീശ ഉത്സംഗത്തിലേക്ക് എത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഭഗവത്ഗീതയെയും
അതുപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രനെ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.